നമസ്കാരം. കരിമണൽ കമ്പനിയായ CMRL ഉൾപ്പെട്ട പണമിടപാട് കേസിൽ വിദേശ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 വിദേശ കമ്പനികൾ വൻ തുക നിക്ഷേപിച്ചെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് അബുദാബി ബാങ്ക് അക്കൗണ്ടിലേക്ക് 2016-19 കാലയളവിൽ പലതവണ പണം നിക്ഷേപിച്ചതായി SFIOയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള ഈ സംയുക്ത അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് സ്ഥാപന ഉടമകളായ 2 മലയാളികളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിന് 1 വർഷം മുൻപ് ഈ വിവരം ലഭിച്ചിരുന്നു. വിദേശ പണം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം ആരോപിക്കപ്പെടുന്ന കിഫ്ബി മസാല ബോണ്ട് കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് അബുദാബി ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച രഹസ്യ വിവരം EDക്ക് ലഭിക്കുന്നത്. മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻ മന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു. എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം ആർക്കും സമൻസ് അയക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. സമൻസ് ലഭിക്കുന്നവർക്ക് ഹാജരാകാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടി ED വ്യക്തമാക്കി. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണിത്. എതിർ സത്യവാങ്മൂലം നൽകാൻ CMRL സമയം തേടിയതിനെ തുടർന്ന് ജസ്റ്റിസ് TR രവി ഹർജി 7-ന് പരിഗണിക്കാൻ മാറ്റി. അനധികൃത പണമിടപാട് നടത്തി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് മാർച്ച് 27-ന് കത്ത് നൽകിയിരുന്നെന്ന് ED അറിയിച്ചു. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് കണ്ടെത്തിയത്. തുടർന്നാണ് പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത്. ഓർമ്മപ്പെടുത്തി 10-ാം തീയതി വീണ്ടും കത്ത് നൽകിയിരുന്നു. സമൻസ് കിട്ടുന്നവർക്ക് നേരിട്ട് ഹാജരാകാൻ നിയമപരമായ ഉത്തരവാദിത്വമുണ്ട്. നിയമപ്രകാരം നൽകിയ സമൻസിൽ നിന്ന് ഭാവിയിൽ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന സാധ്യതയുടെ പേരിൽ ഒഴിഞ്ഞുമാറാനാവില്ല. വിഷയത്തിൽ SFIOയ്ക്ക് മാത്രമാണ് അന്വേഷണത്തിന് അധികാരം എന്ന വാദം തെറ്റാണ്. കമ്പനി നിയമപ്രകാരമാണ് SFIO അന്വേഷണം. എന്നാൽ ED അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ്. CMRL ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന വാദവും വ്യാജമാണ്. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് CMRLൽ റെയ്ഡ് നടത്തി. ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി 132.82 കോടി രൂപയുടെ ക്രമക്കേട് കമ്പനി നടത്തിയെന്നും കണ്ടെത്തി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ED സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. EDയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന്റെ FIR ആവശ്യമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് തങ്ങളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം ED മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണ മുനയിൽ നിൽക്കുന്ന കേസിൽ പോലീസ് എന്ത് നടപടിയെടുക്കും എന്നത് പ്രധാനമാണ്.